ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട ഡോറിയ സാരീസാണ്. നമ്മൾ കുറച്ച് നാളായില്ലേ ഇത് കൊണ്ടുവന്നിട്ട്. ഒരുപാട് എൻക്വയറിയാണ് കേട്ടോ ഈ സാരീസിന് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്. കണ്ടോ, ഇങ്ങനെയാണ് സാരീസ് വരിക. ഭയങ്കര ലൈറ്റാണ്, തിന്നാണ്, സോഫ്റ്റാണ്, ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത സാരിയാണ് കേട്ടോ. ഞാൻ വൺ ലെയറിൽ എടുത്ത് കാണിക്കാം. കണ്ടോ, ഇതേപോലെ സീ ത്രൂ എന്തായാലും ആയിരിക്കും. പ്യുവർ കോട്ടാഡോറിയാണ്. കണ്ടോ, പക്ഷെ ഇത് ഉടുത്താലുള്ളൊരു സുഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. കണ്ടോ, അത്രയും സോഫ്റ്റാണ്. കണ്ടോ, ഊതിയ പറക്കുന്നു പറയില്ലേ, അതേപോലെയാണ്. ഞാനിത് പറയുന്നത് കോട്ടാഡോറിയ ഓൾറെഡി യൂസ് ചെയ്യുന്നവരും അറിയുന്നവർക്കും വേണ്ടിയിട്ടല്ല. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതേപോലെയാണ്, സീ ത്രൂ ആയിരിക്കും, ഭയങ്കര ലൈറ്റാണ്, ഒട്ടും സ്റ്റാർച്ചില്ല. കണ്ടോ, ഇതേപോലെ സാരി വരുന്നത്. ഉടുത്തു കഴിഞ്ഞാൽ അത്രയും സുഖമാണ്. നമുക്ക് ഉടുത്തൂന്നേ ഒരു ഫീലില്ല, കാറ്റത്ത് ഇങ്ങനെ നടക്കണ ഒരു ഫീലായിരിക്കും. അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതേപോലെ വരുന്നത്. ഇത് ഓഫീസ് വെയർ ആയിട്ട് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഓഫീസിലൊക്കെ വൈകിട്ട് വരെ ഇരിക്കുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും, ഒട്ടും ചൂടടിക്കില്ല. ഇതിൽ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആയതാണോ എന്ന് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലെ ബ്ലാക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ബോർഡേഴ്സ് ഇങ്ങനെ വരും കേട്ടോ. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ലുക്കായിരിക്കും. ലൈനിങ് ഇട്ട ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ വൺ ലെയറിൽ കാണിച്ച് തന്നുല്ലോ. ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഒതുങ്ങി ഉടുത്താൽ നല്ല ഭംഗിയിൽ അങ്ങനെ ഒതുങ്ങി കിടന്നോളും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത്. ഇത് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന സാരിയാണ്. പ്യുവർ ഫാബ്രിക് ആണ്. അതുകൊണ്ട് ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് ഉടുക്കാൻ അത്രയും സുഖമായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1850, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഈ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ മുന്നേ മുതൽ ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. പല്ലു ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ, ബ്ലൗസ് ഇങ്ങനെ വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. എൻക്വയറി ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം. ഒരുപാട് പേര് ഈ നമ്പറിലോട്ട് വിളിക്കുന്നുണ്ട്. വിളിച്ചാൽ കിട്ടില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് നമ്പർ 2 ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു റിവേഴ്സ് കോമ്പിനേഷൻ. നേരത്തെ യെല്ലോ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു, ഇത് ബ്ലാക്ക് ആൻഡ് യെല്ലോ. ബോഡി ഫുൾ ബ്ലാക്കിലാണ് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ട ഡോറിയ സാരി. വൺ ലെയറിൽ ഉടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. സൈഡിൽ ഒരു കുഞ്ഞ് യെല്ലോ ബോർഡറൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കാണിച്ചതിനും ഇതിനും ആ ഒരു സെറി ബോർഡർ വന്നിട്ടില്ല കേട്ടോ. കണ്ടോ, കുറേ പേര് ഈ സെറി ബോർഡർ ഇല്ലാത്ത കോട്ടാഡോറിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ വന്നതാണ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു സെറി വന്നിട്ടില്ല സൈഡിൽ. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോൾ, ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. പല്ലു വരുന്നത് ഇതേപോലെ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് വിത്ത് ബോർഡറായിട്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, പ്യുവർ കോട്ടാഡോറിയ സാരിയാണ്. റേറ്റ് വരുന്നത് 1850. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 3 ആണ് കേട്ടോ. ഇതേപോലെ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒനിയൻ പിങ്ക്, ആ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇത്തിരി ഒരു ബ്രൈറ്റ് അല്ല കേട്ടോ, ഇതൊരു ഡസ്റ്റി പോലത്തെ ഒരു ഷെയ്ഡാണ്. അങ്ങനത്തെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഇത്തിരി കംഫർട്ടബിൾ ആവുന്ന അവർക്ക്, ബ്രൈറ്റും വേണ്ട ലൈറ്റും വേണ്ട. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു നമ്മൾ ഉള്ളിത്തോലിൻ്റെ ഒക്കെ ഒരു കളർ എന്ന് പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതേപോലെ വരുന്നത് ഭയങ്കര സോഫ്റ്റാണ്. ഇതിനും ആ ഒരു സെറി വന്നിട്ടില്ല. പല്ലു വരുന്നത് ഇതേപോലെ കേട്ടോ, ഒരു ചെക്ക് പാറ്റേൺ കണ്ടോ, ഇതേപോലെ കേട്ടോ. വൺ ലെയറിലിടുമ്പോൾ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ.
കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇത് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത പ്യുവർ കോട്ട ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ് കേട്ടോ. ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരിക. അതിൽ ബ്ലാക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിനും ആ ഒരു സെറി വരുന്നില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ലൈറ്റ് ഷെയ്ഡിൽ ആ ഒരു ബ്ലാക്ക് ചെക്കാണ് വരുന്നത്. ഇതേപോലെ പല്ലു വരുന്നത്. പല്ലു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെ ഒരു ലീഫ് പാറ്റേൺ. ബോർഡേഴ്സ് ഇങ്ങനെ വരും. ഇത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത് ഉടുത്തൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. ഈ സാരീസ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അവർക്കായിരിക്കും ഇത് കൂടുതൽ യോജിക്കുക. അപ്പം അങ്ങനെയുള്ളവർ നോക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നുമില്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു എക്സ്ചേഞ്ച് പോസിബിൾ ആവുള്ളൂ. അതിനൊരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എഡിറ്റിംഗ് ഇല്ലാതെ മസ്റ്റായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തു പറയുന്നത് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആൻഡ് നല്ലൊരു ഷെയ്ഡ് കേട്ടോ. നല്ലൊരു ബ്ലൂവിൻ്റെ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് അത്. ഈ ഒരു കരയിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു യെല്ലോയും കൂടി വരുമ്പോൾ അതിലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബോഡിയിൽ. കണ്ടോ, വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പ്യുവർ കോട്ടാഡോറിയ സാരി. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. കണ്ടോ, ഒരുപാട് പേർക്ക് ഇങ്ങനെ ചൂട് ഒട്ടും പറ്റില്ല, ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ വെയർ ചെയ്യണം എന്നുള്ള ഒരേ നിർബന്ധമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ പേര് ഈ കോട്ടാഡോറി ഓപ്റ്റ് ചെയ്യണവരുണ്ട്. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. പല്ലു കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് വിത്ത് ബോർഡർ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സാരി നമ്പർ 5 ആണ് കേട്ടോ. അപ്പോൾ പ്യുവർലി ഹാൻഡ് മെയ്ഡ് സാരിയാണ്. കുഞ്ഞു കുഞ്ഞു ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഗ്രാസ് പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് സാരി നമ്പർ 6 ആണ്. ഇനി അങ്ങോട്ട് ഈ ഒരു സെറിയും കൂടെ വരുന്ന സാരീസാണ്. ഇതുവരെ നമ്മൾ കണ്ടത് സെറി ഇല്ലാതെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന പ്യുവർ കോട്ടാഡോറിയ സാരീസാണ്. ഇതും അതേപോലെ തന്നെ, പക്ഷേ ഇതിന് സൈഡിൽ സെറി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. സാങ്കനേരി പ്രിൻറ്റിലൊക്കെ വരുന്ന സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതേപോലെ വരിക ഫ്ലോറൽ പാറ്റേൺ. നല്ല ഭംഗിയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇതൊരു പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പല്ലു ഇതേപോലെ വരും. ഇതിലിങ്ങനെ സെറി ആട്ടോ വരിക. കണ്ടോ, ഇതിലൊക്കെ വരുന്ന സെറി ഇങ്ങനെ ഫുൾ ഇതായിരിക്കില്ല, കുറച്ചിങ്ങനെ ക്രഷൊക്കെ ആയിട്ടിരിക്കണ പോലെ ഉണ്ടാവുക കേട്ടോ. അത് ഈ സാരീസ് അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ബേസിൽ ഫ്ലോറലാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ട്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1850. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 7 ആണ്. നല്ല ഭംഗിയുള്ള ഒരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നമ്പർ 7 ആണ്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. പിന്നെ ഈ കോട്ടാഡോറിയ സാരീസ്, പ്യുവർ കോട്ടാഡോറിയ സാരീസിന് ഒരുപാട് വിഡ്ത്ത് ഉണ്ടാവില്ല. ഒരുപാട് ഹൈറ്റുള്ളവർ ഇത് ഓപ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാവും നല്ലത് കേട്ടോ. എനിക്കൊക്കെ കറക്റ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതേപോലെ ആ ഒരു സെറി ബോർഡർ വരും, രണ്ട് സൈഡിലും വരും. ഫുള്ളി ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ്. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ. ഇതിലും ഇങ്ങനെ ഒരു കണ്ടില്ല എന്ന് പറയണ പോലത്തെ ഒരു പ്രിൻ്റ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വൈറ്റ് ബ്ലൗസിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും.
ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്പർ 8 ആണ്. ഇങ്ങനെ ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ട് വരും. ലോവർ ബോർഡർ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതേപോലെ ഡബിൾ ബ്ലോക്ക് പാറ്റേൺ ആണ്. ഇവിടെ ബ്ലാക്കിൽ ഫുൾ ഒരു ഫ്ലോറൽ പാറ്റേൺ. ഇവിടെ ഇതേപോലെ ബ്രിക്ക് റെഡിൽ തന്നെ അടുത്ത പാറ്റേൺ. പിന്നെ ആ ഒരു സ്മോൾ ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ഈ സാരിയും ബ്ലൗസായിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കേട്ടോ. വൺ ലെയറിൽ എടുക്കുമ്പോൾ അറിയാലോ, ഭയങ്കര തിന്നായിരിക്കും. സീ ത്രൂ തന്നെയാണ്. പ്യുവർ കോട്ടാഡോറിയ ആണ്. ലോവർ ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലോവർ ബോർഡറിലൊക്കെ ഈ ഒരു സംഭവം വരുമ്പോൾ കറക്റ്റ് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഒട്ടും സ്റ്റാർച്ചില്ലാത്ത സാരി. റേറ്റ് വരുന്നത് സെയിം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സാരിയാണ്. അടുത്തത് സാരി നമ്പർ 9 ആണ്. നല്ല ഭംഗിയുള്ള ഇൻഡിഗോ ബ്ലൂ. ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് സൂപ്പർബാണ്. ഇതേപോലെ വരിക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. ആ ഒരു കുഞ്ഞ് ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. പല്ലു ഇതേപോലെ വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാട്ടോ. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ പ്രിൻ്റ് പോലെ വന്നിട്ട് ഇങ്ങനെയാട്ടോ. വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. വൺ ലെയറിലിടുമ്പോൾ ഇതേപോലെയാണ് വൺ ലെയറിലിടുമ്പോൾ ഉണ്ടാവുക. ഇത് ഇൻഡിഗോ ബ്ലൂ ആണ്. അപ്പോൾ കളർ ബ്ലീഡിങ്ങിന് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യുകയോ ഡ്രൈ ക്ലീൻ ചെയ്യുകയോ അങ്ങനെ വാഷ് കെയർ എടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ പ്യുവർ കോട്ടാഡോറിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന സാരീസാണ്. ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.